after the destruction of Buddhism in India in the 18th century by the Brahmin Shankaracharya, the revolutionary radical potential of Buddhism has become a reality with the religious conversion of Dalits, or 6 lakhs Dalits under the leadership of Dr. B.R. Ambedkar in 1956. ഒരു പിന്നെ 1200 വർഷങ്ങളോളം ഈ ബ്രാഹ്മണിസത്തിന് അതിൻ്റെ ബുദ്ധിസത്തിൻ്റെ ജനകീയതയെ തടഞ്ഞു നിർത്താൻ അതിൻ്റെ ഒരു റവല്യൂഷണറി സാധ്യതകളെ ഇന്ത്യയിലെ കീഴ്ജാതി മനുഷ്യരുടെ വിമോചന അഭിലാഷങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അത് വീണ്ടും ഇന്ത്യയുടെ ജാതി അനൈഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പ്രോജക്റ്റിൽ ബുദ്ധിസത്തിന് ഒരു പങ്കുണ്ട് എന്ന് ഇന്ത്യക്ക് ബോധ്യമായത് അംബേദ്കർ നടത്തിയ ഈ 5 ലക്ഷം പേരുടെ ബുദ്ധമത പരിവർത്തനത്തിലൂടെയാണ്. ഇപ്പോഴും റീസെന്റ് ടൈംസിൽ പലയിടത്തും നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ദളിതരും ഒബിസികളും ഒക്കെ തന്നെ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന ബ്രാഹ്മണിക ഹൈന്ദവ ക്ഷേത്രങ്ങൾ വിഗ്രഹങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ബുദ്ധിസ്റ്റ് പ്രതിമകൾ സ്ഥാപിക്കുന്ന തരത്തിലേക്കുള്ള ബുദ്ധിസത്തിൻ്റെ പുതിയ ഇത് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ എല്ലാം നമ്മൾ കാണേണ്ടത് ഈ ബുദ്ധിസം ബാഹ്യമായി ഒരു റിലീജിയൻ്റെ പ്രതിച്ഛായ ഉണ്ടെങ്കിൽ പോലും ബുദ്ധിസത്തെ ഒരു ജാതി നശീകരണത്തിനുള്ള ഉപകരണമായിട്ടാണ് ആളുകൾ കാണുന്നത്. അതാണ് ബുദ്ധിസം ഒരു മതമായിരിക്കുമ്പോൾ പോലും മറ്റു മതങ്ങളിൽ നിന്നുള്ള അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അത് ഈ ജാതി നശീകരണത്തിൻ്റെ ഒരു റവല്യൂഷണറി വെപ്പൺ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ നിലയ്ക്ക് അതിൻ്റെ ഒരു പ്രസക്തിയെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഈ കോണ്ടക്സിൽ നമുക്ക് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ 1888 ഈ വിത്ത് ദി ഇൻസ്റ്റലേഷൻ ഓഫ് idol of Irava Shiva, and Naranaguru himself who had made this installation made that he had not installed the idol of Shiva, but what he installed was the idol of Irava Shiva, and that is the foundational moment of the Kerala Enlightenment movement. But what's more important than the installation of Irava Shiva was the statement, a message that he had written there. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത മനുഷ്യരെല്ലാം സോദരത്തേന് വാഴുന്ന മാതൃകാ സ്ഥാപനം, എ സെക്കുലർ പബ്ലിക് സ്പേസ് ഫോർ ഹ്യൂമൻ ഫ്രട്ടേണിറ്റി. ഇതാണ് നാടിൻ്റെ അവിടെ രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ ഈ പലരും ഈഴവ ശിവ പ്രതിഷ്ഠ എന്ന് പറയുന്നതിൻ്റെ ഒരു യൂണിക്നെസ്സിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനം എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റാണ്. ലോകത്തിലെ ഒരു മതസ്ഥാപനത്തിലും അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിലും ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ്, ജാതിയില്ല മതമില്ല മനുഷ്യരെല്ലാം സഹോദരരാണ്, അങ്ങനെ സഹോദരത്തെ വാഴുന്ന ഒരു മോഡൽ പ്ലേസ് ആണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആരാധനാലയം ലോകത്ത് അരുവിപ്പുറമല്ലാതെ മറ്റ് എവിടെയുള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഈ അരുവിപ്പുറത്ത് 1888 ആരംഭിക്കുന്ന കേരള എൻലൈറ്റൻ മൂവ്മെന്റ് പിന്നീട് പല പല ഘട്ടങ്ങളിലൂടെ 1903 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ സ്ഥാപനം, നാരായണഗുരു തന്നെ സന്യാസിയായിരിക്കുന്നു. ഇപ്പം ഇവിടെ നമ്മളിപ്പോൾ നാരായണഗുരുവിനെ സാമ്പ്രദായിക രീതിയിലുള്ള ഒരു സന്യാസി, ചിലപ്പോൾ ഹിന്ദു സന്യാസിയൊക്കെ ആയിട്ടാണ് ആളുകൾ അന്നും ഇന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അതിനൊരിക്കലും ഒരു ശിഷ്യനോട് അദ്ദേഹം പറഞ്ഞത് എന്താണ് സന്യാസം എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി, ഹ്യൂമൻ പ്രോഗ്രസിനും വെൽഫെയറിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സന്യാസിമാർ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ ബ്രാഹ്മണിക നിർവചനത്തെ അദ്ദേഹം നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അവര് ഈ പറയുന്ന ഏകാന്തത, ഈ സന്യാസിമാർക്ക് പറഞ്ഞിട്ടുള്ള ആചാരക്രമങ്ങൾ, ജീവിത ചര്യകൾ, ഇതൊന്നും വേണമെന്നില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് മനുഷ്യപുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ജാതി വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നവരാണ് സന്യാസി എന്നാണ് നാരായണഗുരു പറയുന്നത്. ജാതി വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നത് പറയുന്നത് റവല്യൂഷണറി ആക്ടിവിസമാണ്. അപ്പോൾ സന്യാസി എന്ന് പറയുന്നത് ഈസ് എ റവല്യൂഷണറി. ഇതൊക്കെ രാഷ്ട്രീയമായിട്ടാണ്, അതായത് മെറ്റാഫിസിക്കലായിട്ടല്ല, ബ്രാഹ്മണികവുമായിട്ടല്ല, ആത്മീയവുമായിട്ടല്ല അദ്ദേഹം നിർവചിക്കുന്നത്. സന്യാസി എന്നുള്ള പദത്തെ രാഷ്ട്രീയമായിട്ടാണ് നാരായണഗുരു നിർവചിച്ചത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, നാരായണഗുരു പല കാലങ്ങളിൽ ഈ അലച്ചു നടന്ന കാലഘട്ടത്തിലൊക്കെ എഴുതിയ ആത്മീയതയും ഒക്കെ കലർന്നിട്ടുള്ള പല പല സ്തോത്ര കൃതികളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെ പിൽക്കാലത്ത് ഈ അരുവിപ്പുറത്തിന് ശേഷവും SNDP രൂപീകരണത്തിന് ശേഷമൊക്കെ തന്നെ കൂടുതൽ ചിന്താപരവും
ബൗദ്ധികമായ കൂടുതൽ പക്വത ആർജിച്ച ശേഷം ആദ്യ സ്വോത്രകൃതികൾ എഴുതിയ ആള് ഇന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഓണർഷിപ്പ് ഞാൻ തള്ളിക്കളയുന്നു. അങ്ങനെ പറഞ്ഞ നാരായണഗുരു ക്രമേണയായിട്ടൊരു വേദാന്തി, സന്യാസി, നിർമ്മമൻ, സ്ഥിതപ്രജ്ഞൻ ഒക്കെ ആയിട്ട് ആളുകൾ വ്യാഖ്യാനിക്കാനും കാണാനും ഗുരുദേവൻ, ശ്രീനാരായണ തൃപ്പാദങ്ങൾ എന്നൊക്കെയുള്ള ഈ വിശേഷങ്ങൾ കൊടുത്ത് അദ്ദേഹം ഒരു അവതാര പുരുഷനാണ്. ഹിന്ദു ബ്രാഹ്മണിക ദൈവങ്ങളിൽ ഒരാളായിട്ട് കാണാവുന്ന ഒരു അവതാര പുരുഷനാണ് എന്ന മട്ടിൽ ഏറ്റവും ജീർണവും നാരായണഗുരു എന്താണോ അതൊന്നും അല്ലാത്ത, എന്തായിരുന്നോ അതല്ലാത്ത ഇമേജസ്, കർത്തൃത്വങ്ങൾ അദ്ദേഹത്തിൽ ആരോപിച്ചു. അപ്പൊ ഈ നാരായണഗുരുവിനെ അദ്വൈത വേദാന്തകൾക്ക് ആക്കുന്ന ഈ വളരെ ജീർണമായ ബൗദ്ധിക സംരംഭത്തിന് തുടക്കമിട്ടത് പൽപ്പുവിന്റെ മകനായ ഡോക്ടർ നടരാജൻ. ഒരിക്കൽ നടരാജനും നാരായണഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിൽ ഗീതയെ പറ്റി പറയുമ്പോൾ ഈ കൂട്ടക്കൊല നടത്താൻ പറഞ്ഞ കൃഷ്ണൻ പിന്നീട് പശ്ചാത്തപിച്ചിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ നടരാജനൊന്നും മിണ്ടാതിരുന്നു. അപ്പോൾ നാരായണഗുരു പറഞ്ഞു, ഈ വ്യാഖ്യാതാക്കൾ, സംസ്കൃതത്തിലെ വ്യാഖ്യാന ഭാഷ്യകാരന്മാർ ഗ്രന്ഥത്തിലെ മൂലകൃതിയിലെ പുഴുക്കത്തുകൾ പോലും വ്യാഖ്യാനിക്കുന്നവരാണ് എന്ന് പരിഹാസത്തിൽ നാരായണഗുരു പറഞ്ഞു. അതിനെ ഉത്തരിച്ചുകൊണ്ട് ഒരിക്കൽ സി കേശവൻ പറഞ്ഞു, നമ്മുടെ ഈ ഡോക്ടർ നടരാജൻ പോലും പുഴുക്കത്ത് വ്യാഖ്യാനിച്ചിട്ടുള്ള ആളല്ലേ. അപ്പൊ ഈ നടരാജൻ അതിനകത്ത് ഇദ്ദേഹം സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്സ് ഒക്കെ പഠിച്ച ആളാണ്. ഈ അദ്വൈത ജീർണത എങ്ങനെ ബാധിച്ചു, ആ ജീർണതയുടെ ചെളിക്കുണ്ടിലേക്ക്, മാലിന്യ കുണ്ടിലേക്ക് അത് എങ്ങനെ വീണു എന്ന് നമുക്ക് അറിയത്തില്ല. ഇദ്ദേഹം ഒരിക്കൽ ഭഗവത്ഗീതയ്ക്ക് ഒരു വ്യാഖ്യാനം എഴുതിക്കൊണ്ട് നാരായണഗുരു വായിച്ചു കേൾപ്പിച്ചു. നാരായണഗുരു കേട്ടിരുന്നല്ലാതെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പൊ എന്നിട്ട് ഇത് പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരു നുണയതിനകത്ത് നാരായണഗുരു ഇത് അപ്രൂവ് ചെയ്തു. ഈ ഭഗവത്ഗീതയെ പറ്റി പറഞ്ഞപ്പോൾ കൃഷ്ണൻ കൊലപാതകം നടത്തുന്നതിന്, കൂട്ടക്കൊല നടത്തുന്നതിനുള്ള ആഹ്വാനത്തെ സംബന്ധിച്ച് പിന്നീട് ഖേദിച്ചിരിക്കാം എന്ന് പറഞ്ഞ നാരായണഗുരുവാണ് ഭഗവത്ഗീതയുടെ ഡോക്ടർ നടരാജൻ വ്യാഖ്യാനത്തെ അപ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ അതോറിറ്റിയിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നാരായണഗുരുവിനെ ഇങ്ങനെ വേദാന്തവൽക്കരിക്കുന്ന പിന്നീട് ഒരുപാട് സവർണരും അവർണരും ഒക്കെ പെടുന്ന ആളുകൾ നാരായണഗുരുവിനെ എങ്ങനെ ഇവിടുത്തെ ഒപ്രസ്ഡ് കാസ്റ്റുകളുടെ ഒരു ചിന്തകൻ, ഫിലോസഫർ ഫംഗ്ഷണറി, വിപ്ലവകാരിയായ ഫിലോസഫർ ഫംഗ്ഷണറിയായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്ത ഒരു റവല്യൂഷണറിയെ സാമൂഹ്യ വിരുദ്ധനായ, സമൂഹ പരാങ്മുഖനായ ഒരു അദ്വൈത വേദാന്തയും സന്യാസിയും ഒരു ഹിന്ദു പരിഷ്കർത്താവുമാക്കി മാറ്റുന്ന സവർണ ഗൂഢാലോചനയുടെ തുടക്കക്കാരൻ ഒരു അവർണനായ ഈഴവൻ തന്നെയാണ് എന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഐറണി. ഇന്ന് അതിനുശേഷം ഡോക്ടർ നടരാജന്റെ ശിഷ്യൻ നിത്യനിധി ഇവരെല്ലാവരും തന്നെ ഈ എങ്ങനെ ഉപനിഷത്തുകൾക്കും ഭഗവത്ഗീതയ്ക്കും ഒക്കെ തന്നെ വ്യാഖ്യാനം കൊടുക്കാം എന്നാണ് ഇവര് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, തന്റെ ഈഴവ സ്വത്വം നാരായണഗുരു ഒരു അഭിമാനമായും പൊരുതാനുള്ള ഊർജമായിട്ടുമാണ് കണ്ടിരുന്നത്. അഭിമാനമായി കണ്ടപ്പോൾ ഈ നടരാജനും നിത്യനിധിയും ഈഴവത്വം അല്ലെങ്കിൽ ഈ അധസ്ഥിതത്വം എന്നത്, അല്ലെങ്കിൽ അയിത്തജാതിക്കാരൻ എന്നത് ഒരു അപമാനമായിട്ടാണ്, അപകർഷതയായിട്ടാണ് അവർക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ആ അപകർഷതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പാഴ്ശ്രമങ്ങളാണ് സവർണന്റെ അപ്രൂവൽ കിട്ടുന്ന കൃതികൾ വ്യാഖ്യാനിക്കുക, പ്രചരിപ്പിക്കുക, അങ്ങനെ പ്രസംഗിക്കുക. അപ്പൊ ഇവര് ഈ സംവരണം പോലും തെറ്റാണ്, ഭരണഘടനയിൽ തുടരുന്ന കാലം അത് ശരിയല്ല എന്നൊക്കെ പ്രസംഗിക്കുകയും എഴുതി ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ നടരാജന്റെ ശിഷ്യനായ ചൈതന്യതി. അപ്പൊ ഒരു വശത്ത് ജാതിയെ മർദ്ദിത ജാതിയായിരിക്കുക എന്ന അവസ്ഥയെ മർദ്ദിത ജാതികളും മർദ്ദക ജാതികളുമായി സമൂഹം പിരിഞ്ഞിരിക്കുന്നതിനെതിരായ സമരത്തിലെ ആയുധമായി കാണാനാണ് നാരായണഗുരു ശ്രമിച്ചതെങ്കിൽ ആ മർദ്ദകരും മർദ്ദജാതികളും ഇല്ലാത്ത അവസ്ഥയല്ല ഇവർ ആഗ്രഹിച്ചത്. തൻ്റെ ഈ മർദ്ദിതാവസ്ഥയെ അപമാനവും അപകർഷന്മയെ കണ്ട് അതിൽ നിന്ന് ഈ രക്ഷപ്പെടാനുള്ള നടക്കാത്ത മതിഭ്രമ ചിന്തയിൽ നിന്നാണ് ഇവരുടെ ഈ അദ്വൈതവാദവും സന്യാസവും ഒക്കെ തന്നെ ആരംഭിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ കാലത്ത് വീണ്ടും ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിലെ ഈഴവർക്കും ദളിതർക്കൊക്കെ ഇടയിൽ ഈ ബ്രാഹ്മണിസവും
ഹിന്ദുത്വമൊക്കെ തന്നെ പതുക്കെ നുഴഞ്ഞു കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും നാരായണ ഗുരുവിനെ ഈ ഹൈന്ദവ ബ്രാഹ്മണവൽക്കരിക്കുന്ന സംരംഭങ്ങൾ എടുത്തിട്ടുണ്ട്. 84-ലാണെന്ന് തോന്നുന്നു ഈ RSSന്റെ സൈദ്ധാന്തികനായിരുന്ന ഒരു പി പരമേശ്വരൻ നാരായണ ഗുരു ഹിന്ദു സോഷ്യൽ റിഫോമർ എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ പഴയ പിന്നെ ആര്യ സമാജ സ്ഥാപകനായ ദയാനന്ദ സരസ്വതി, വിവേകാനന്ദൻ, ഇങ്ങനെയൊക്കെയുള്ള സ്വാമിമാരുടെ ഈ പിന്നെ സവർണ പരിഷ്കാരത്തിന് വേണ്ടി ശ്രമിച്ച സവർണ ഹൈന്ദവ പരിഷ്കർത്താക്കളുടെ പട്ടികയിൽ ഒരു ആളാക്കി നാരായണ ഗുരുവിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ സമീപകാലത്ത് വീണ്ടും നടക്കുന്നുണ്ട്. ഇപ്പോഴും അത് വീണ്ടും ഊർജിതമായി നടക്കുന്നത്. കാരണം ഈ 19-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള ശ്രമങ്ങളില്ലായിരുന്നു. ഈ അവർണരെയും അവർണരുടെ ഇടയിലെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളെയും സ്വാംശീകരിക്കേണ്ട ആവശ്യം അന്നില്ലായിരുന്നു. കാരണം അന്ന് ഇലക്ടറൽ പൊളിറ്റിക്സ് മുഖ്യമായി തീർന്നിട്ടില്ല. കാരണം ഇവരുടെ പണ്ട് കാലത്ത് ഈ ആചാരങ്ങളൊക്കെ തന്നെ സ്വയം അനുസരിച്ച് ജീവിക്കുന്നിടത്തോളം അവർണ ജാതികളെ കൊണ്ട് ഇതൊക്കെ അവർക്ക് ഇന്റേണലൈസ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പൊ ഇത് ഇന്റേണലൈസ് ചെയ്യുന്നിടത്തോളം കാലം വലിയ ബ്രൂട്ട് ഫോഴ്സ് ഇല്ലാതെ തന്നെ സവർണർക്ക് അവരുടെ ഡൊമിനേഷൻ, അവരുടെ ഓപ്പറസീവ് അപ്പാരറ്റസ് ഈ സൊസൈറ്റിക്ക് മൊത്തം മുകളിലായിട്ട് ഇമ്പോസ് ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ലെജിസ്ലേറ്റീവ് റിഫോംസ് നടപ്പാക്കുകയും റൂൾ ഓഫ് ലോ, നിയമവാഴ്ച നടപ്പാക്കുകയും ചെയ്തതോടെ പഴയ ആചാരങ്ങളുടെ ആധിപത്യം അല്ലെങ്കിൽ വിശ്വാസങ്ങളെ അവരുടെ ജാതി നിയമങ്ങൾ മാനസികമായി ഇന്റേണലൈസ് ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് മാത്രം അവരുടെ ആധിപത്യം നിലനിർത്തുക അസാധ്യമാണെന്ന് കണ്ടു. അത് മാത്രമല്ല, ബ്രിട്ടീഷുകാരുടെ വരവോടെയാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും മർദ്ദിത ജാതികൾ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇക്വാളിറ്റി, ഫ്രീഡം, കാരണം ഇതൊക്കെ 1000 കൊല്ലമായിട്ട് ബുദ്ധിസ്റ്റ് സ്വാധീനം തീരെയില്ലല്ലോ. അപ്പൊ ഈ ജനങ്ങൾക്ക് ഇങ്ങനെ എക്സ്പോഷർ ഉണ്ടായിട്ടില്ല. പിന്നീട് ഈ നിയമം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് ഇവരുടെ ആചാരങ്ങളോ ഈ കർമ്മധർമ്മ സംഹിതകളൊന്നും അല്ല. നിയമത്തിന് മുൻപിൽ എല്ലാ മനുഷ്യരും ഈക്വലാണ്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നതുകൊണ്ട്, പൊളിറ്റിക്കൽ ഫ്രീഡം ഉണ്ട്, മനുഷ്യർ ഹ്യൂമൻ ഈക്വാളിറ്റി ഉണ്ട്, ഹ്യൂമൻ ഫ്രട്ടേണിറ്റി ഉണ്ട്. ഇത്തരം ആശയങ്ങളുമായിട്ട് ഉള്ള എക്സ്പോഷർ കിട്ടിയപ്പോഴാണ് ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലല്ലോ. നമ്മുടെ നാട്ടിലുള്ളത് സ്ലേവറിയാണ്, ഇനീക്വാളിറ്റിയാണ് ഇവിടുത്തെ ഇന്ത്യൻ ജാതി സമൂഹത്തിന്റെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇനീക്വാളിറ്റിയാണ്. അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനുഷ്യരാരും തുല്യരല്ല, മനുഷ്യർ ജന്മന അൺഈക്വലാണ് എന്ന് പരസ്യമായി താത്വികമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംവിധാനം, ഇതെന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ ജാതി സമൂഹമല്ലാതെ മറ്റൊന്നുമല്ല. മറ്റെല്ലാ മതങ്ങളും, സെമിറ്റിക് റിലീജിയൻസും ഒക്കെ തത്വത്തിലെങ്കിലും ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വാസത്തിന്റെ രംഗത്ത് തുല്യരാണ് എന്ന് പറയുന്നുണ്ട്. അത് പ്രയോഗത്തിൽ തത്വം നടപ്പാക്കുന്നോ ഇല്ലയോ എന്ന് വേറെ കാര്യം. പക്ഷെ തത്വത്തിലെങ്കിലും വിശ്വാസത്തിന്റെ മേഖലയിൽ എല്ലാ വിശ്വാസികളും തുല്യരാണെന്നുള്ള തത്വം അവർ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇപ്പൊ അവർ ഹിന്ദുയിസം പറയുമ്പോഴത്തെ പോലും ഈ ഹിന്ദുയിസത്തിൽ പെടുന്ന ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രർ, മറ്റ് പഞ്ചമ, ചണ്ടാളർ അല്ലെങ്കിൽ അയിത്ത ജാതിക്കാർ, ഇവരാരും ജന്മന തുല്യരാണ് തത്വം ഇവര് അന്നും അംഗീകരിച്ചിട്ടില്ല, ബ്രിട്ടീഷുകാർ കാലത്തും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ബ്രിട്ടീഷ് ഭരണം കൊണ്ട് അവർക്കുണ്ടായ വലിയൊരു സമ്മർദ്ദം എന്ന് പറയുന്നത് ഇന്ത്യയിലെ യജമാന സ്ഥാനത്തുണ്ടായിരുന്ന ആളുകൾ ആണ് സവർണര്, ബ്രാഹ്മണര്. ബ്രിട്ടീഷുകാരുടെ മുൻപിൽ പ്രത്യസ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടു. അതുവരെ യജമാനരായിരുന്ന ആളുകൾ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ ഈ ഭൃത്യരാവുകയും ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും യജമാനന്മാരുടെ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുകയും ചെയ്തു. അല്ലെങ്കിൽ സബ്ജക്ട് പൊസിഷനിൽ ഇരുന്നവർ ഒബ്ജക്റ്റ് പൊസിഷനിലേക്ക് മാറി. അപ്പം ഇതുണ്ടാക്കിയ ഒരു വലിയ ട്രോമയാണ് ഈ ഇന്ത്യയിലെ സവർണര് പരിഷ്കാരങ്ങൾക്ക് ശ്രമിക്കാനും ഈ അവർണരെ കൂടെ നിർത്തിയാൽ കിട്ടുന്ന ന്യൂമറിക്കൽ സ്ട്രെങ്ത് കൊണ്ട് മാത്രമേ വീണ്ടും തങ്ങളുടെ അധികാരം തിരിച്ചുപിടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഇവിടെ നമ്പറിന്റെ ശക്തിയാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ദി പവർ ഓഫ് നമ്പർ. And that has become a reality only in the 20th century when the British introduced legislative reforms and formed the legislative institutions and several kinds of constitution-like acts and laws. And with the spread of this
constitutionality, rule of law, and legislative institutions, it has become very difficult for the Brahmins and the upper caste to maintain their monopoly and power by the sheer strength of their tradition and belief. So they resorted to a kind of amazing gathering numerical strength by including the untouchables, including the noble sands into the political sphere, and at the same time excluding them from their internal domain of morality. അപ്പോൾ ധാർമ്മിക മണ്ഡലത്തിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുകയും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവരെ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വളരെ സമർത്ഥമായ ഒരു സവർണ പദ്ധതിയുടെ ഭാഗമാണ് ഈ അയിത്തക്കാർ കൂടി ഉൾപ്പെടുന്ന ഒരു ഹിന്ദുമതം എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ഈ ഹിന്ദുമതത്തിന്റെ ഇന്നർ ഡൊമൈൻ, നമ്മുടെ ഈ സബാൾട്ടൻകാരും പോസ്റ്റ് കൊളോണിയൽകാരും ഒക്കെ പറയുന്ന ഇന്ത്യയുടെ ഇന്നർ ഡൊമൈൻ ഓഫ് സോവറിറ്റി ഈ സ്പർശിക്കാൻ ബ്രിട്ടീഷുകാർ കഴിഞ്ഞിട്ടില്ല. ആ ഇന്നർ ഡൊമൈൻ ഓഫ് സോവറിറ്റി എന്ന് പറയുന്നത് ഈ യഥാർത്ഥ ജനസംഖ്യയെ യഥാർത്ഥ ഭൂരിപക്ഷമായ മെജോറിറ്റിയായ അയിത്തക്കാരെ ബഹിഷ്കരിക്കുന്ന ഡൊമൈനെയാണ് ഈ സബാൾട്ടൻ തിയററ്റിഷ്യൻസ് ഇന്നർ ഡൊമൈൻ ഓഫ് സോവറിറ്റി എന്ന് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ ബ്രിട്ടീഷുകാർ അവരുടെ ഒരു ഡൊമൈനിൽ നിന്നും ജാതിയുടെ പേരിൽ ആരെയും ബഹിഷ്കരിച്ചിട്ടില്ല. അവരവരുടെ ആധിപത്യം നിലനിർത്തുമ്പോൾ പോലും അവർ തന്നെ ബ്രിട്ടനിലും ഇന്ത്യയിലും നടപ്പാക്കുന്ന നിയമങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് റെസ്ട്രെയിൻസ് നിന്ന് പ്രവർത്തിക്കാൻ അവർ ബാധ്യസ്ഥരായിരുന്നു. അവർ ട്രെയിനിൽ കയറുമ്പോൾ ടിക്കറ്റ് എടുത്താൽ മതി, ബ്രിട്ടീഷുകാരുടെ ട്രെയിനിൽ കയറും, ജാതി നോക്കത്തില്ല. പോസ്റ്റ് ഓഫീസിൽ പോകുമ്പോൾ ആ പോസ്റ്റ് ഓഫീസിലെ വസ്തുക്കൾക്ക് പൈസ കൊടുത്താൽ മതി, അവരുടെ മാർക്കറ്റിൽ ആർക്കും പോയി വിലപേശാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ജാതിയാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം, പണമല്ല. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇവർ ഹിന്ദു എന്ന ഒരു ആശയം കൊണ്ടുവരികയും അത് ഈ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ ദശകങ്ങളിലൂടെ ഇവരെ കൂടി ഉൾപ്പെടുന്ന തരത്തിൽ ഉള്ള ഒരു ഇൻഡിജിനസ് റിലീജിയൻ എന്നുള്ള ഒരു ഹോപ്സ് പ്രചരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും ഇപ്പോഴും ഈ 2025 പോലും ഈ പ്രത്യേകിച്ച് കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഹിന്ദുത്വ ഫാസിസത്തിന്റെ എക്സ്ട്രീമിസ്റ്റ് ഫോമായ RSS BJP അധികാരത്തിൽ വന്നതോടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദളിത് മർദ്ദനം വ്യാപകമായത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഉത്തരേന്ത്യയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ദളിതരാണ്, ബലാത്സംഗത്തിന്റെ ആയിട്ടുള്ളത് ദളിതരാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇന്ന് അടിയന്തരമായിട്ടുള്ളത് എല്ലാ സർവ്വ മതങ്ങളിലെയും മർദ്ദിത ജാതികൾ ഒന്നിക്കുക, നമ്മുടെ ഏതെല്ലാം തരത്തിലുള്ള റവല്യൂഷണറി, പ്രോഗ്രസീവ്, ഇമാൻസിപ്പേറ്ററി ലെഗസീസ് ഉണ്ടോ അതെല്ലാം തിരിച്ചു പിടിക്കുകയാണ് ഇന്ന് കാലം നമ്മോട് ആവശ്യപ്പെടുന്നത്. Thank you.